ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പം ഞാനിന്ന് കോഫി ജാർ വെച്ചിട്ട് കിച്ചൺ കണ്ടെയ്നർ ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. ഞാനത് ഫസ്റ്റ് ടൈമാണ്. ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയി. അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. നമുക്ക് എല്ലാവർക്കും ഇത് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ കാലിയാവുന്ന ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് ആയാലും ഗ്ലാസിൻ്റെതായാലും നമ്മൾ വേസ്റ്റ് കളയുമല്ലേ. അപ്പോൾ ഇത് വേസ്റ്റ് കളയാതെ നമുക്കിതിനെ നല്ല കളർഫുള്ളാക്കി ഇതുപോലെ ജാറുകൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ കിച്ചണും കളർഫുള്ളാക്കിയിരിക്കും, നമ്മുടെ കണ്ടെയ്നറുകൾ നല്ല കളർഫുള്ളായിട്ടിരിക്കും. എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് ടൈമിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്സ് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ ബോട്ടിൽസ് ഒന്ന് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളറ് ഫാബ്രിക് പെയിന്റാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ജാറിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് ബോട്ടിലും പെയിന്റിങ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റിങ് വേണം. ഞാനിപ്പോൾ ബുക്കിന്റെ ഒരു ബയൻഡാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുണ്ട്. അതിന് ഇതുപോലെ റൗണ്ട് ആക്കണം. ഇതുപോലെ ഈ ബയൻഡ് ഞാൻ ഈ ജാറിന്റെ കണക്കിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കണം. ഈ ബോട്ടിലിനേക്കാളും 1 ഇഞ്ച് സ്പേസ് വേണം ഈ റിങ്ങിന്. കാരണം ഈ റിങ്ങിനും ബോട്ടിലിനും ഇടയ്ക്കാണ് നമുക്ക് വൈറ്റ് സിമെന്റ് ഫില്ല് ചെയ്യാനുള്ളത്. അതുകൊണ്ട് റിങ് എപ്പോഴും 1 ഇഞ്ച് വലുതായിരിക്കണം. ഇതുപോലെ 2 റിങ് വേണം. അത്യാവശ്യം കട്ടി വേണം, കാരണം അല്ലെങ്കിൽ ഷേപ്പ് ഇല്ലാതെ പോകും. നമ്മൾ സിമെന്റ് ഒഴിക്കുമ്പോൾ വളഞ്ഞു വരും. അതില്ലാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം കട്ടി വേണം ഇതിന്. ഈ 2 ജാറിനും 2 റിങ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ റിങ് ഫിക്സ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം കട്ടിയുള്ളൊരു ഇതുപോലെ ബോർഡ്, ചെറിയൊരു ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ബോർഡിലോട്ട് ഇതിനെ ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. നല്ല ഭംഗിയായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ച് ഉണങ്ങിയ ശേഷമാണ് നമുക്ക് സിമന്റ് ഒഴിക്കാനുള്ളത്. 2 റിങ്ങും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. കാരണം നമുക്ക് സിമന്റ് ഒഴിക്കുമ്പോൾ അടിയിലൂടെ സിമന്റ് പുറത്ത് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നല്ല പോലെ ഈ 2 റിങ്ങും ബോർഡിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് റിങ്ങും സെറ്റാക്കി ജാറും വെച്ചു. ഇനി ജാറിൽ കുറച്ച് വെള്ളം, ഇതുപോലെ ജാർ നിറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോഴത്തേക്ക് സിമെന്റ് ഒഴിക്കുമ്പോൾ ജാർ അനങ്ങത്തില്ല. ജാർ നല്ല ബാലൻസ് ആയിട്ട് ഇരിക്കാനാണ് ഈ വെള്ളം നിറച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് സിമെന്റ് ഒന്ന് കലക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് വൈറ്റ് സിമെന്റ് എടുക്കുന്നുണ്ട്. ഈ വൈറ്റ് സിമെന്റിന് കുറെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കണം. നല്ല കട്ടിയാവാനും പാടില്ല, നല്ല ലൂസായി പോകാനും പാടില്ല. മീഡിയം കൺസിസ്റ്റൻസിയിൽ ഇതൊന്നും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തയ്യാറാക്കുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇട്ട് തന്നെ ചെയ്യണേ. കാരണം എല്ലാവർക്കും അത് ഒന്നുപോലെ അല്ല, ചിലർക്ക് അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ട്, ഈ ഒരു പാകത്തിന് ഞാനിവിടെ കലക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഇനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ റിങ്ങിന്റെയും ജാറിന്റെ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി മേളിലോട്ട് ഒഴിക്കാൻ പാടില്ല, നമുക്ക് അടയ്ക്കണമല്ലോ. അപ്പോൾ ആ അടപ്പിന്റെ ലെവലിൽ മാത്രമേ ഒഴിക്കാവൂ. കാരണം നമുക്ക് ഉണങ്ങി സെറ്റായി കഴിയുമ്പോൾ ഇത് അടച്ചെടുക്കണമല്ലോ തിരിച്ച്. അതുപോലെ തന്നെ ആ അടപ്പിടുന്ന ആ പിരിയുടെ താഴോട്ടാവാനും പാടില്ല. അപ്പോൾ പിന്നെ അവിടെ ഗ്യാപ്പ് വരും. അതുകൊണ്ട് അല്പം മേളിലോട്ടായാലും സാരമില്ല, നമുക്ക് പിന്നെ ഫിനിഷ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. അതുപോലെ 2 ജാറിൽ ഒഴിച്ചു വെച്ച ശേഷം ഞാൻ ഒരു ദിവസം കഴിഞ്ഞാണ് ഇത് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് നല്ലപോലെ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നല്ലപോലെ ഉണങ്ങിയിരിക്കുവാണല്ലോ, അപ്പം പൊളിച്ചിങ്ങനെ എടുത്താൽ മതി. the sun.
ജാറും എനിക്ക് ഇതേ കണ്ടീഷനിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ചെയ്ത ശേഷം ഫിനിഷ് ചെയ്തെടുക്കാനായിട്ടാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫിനിഷിങ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേളിലോട്ട് ഉയർന്നു നിൽക്കുന്ന പോർഷൻസ് ഒക്കെ ഇതുപോലെ ഒന്ന് ചെത്തി മാറ്റുവാണേ. ഇതിപ്പോൾ ഫസ്റ്റ് തവണ ചെയ്യുന്നതുകൊണ്ട് എനിക്കും ഇതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് വലിയ എക്സ്പീരിയൻസ് അല്ല, എന്നാലും ഞാൻ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ. ഇതുപോലെ കത്തി കൊണ്ട് ഈ മേളിലോട്ട് പൊന്തി നിൽക്കുന്ന പോർഷൻസ് എല്ലാം ചെത്തി മാറ്റിയ ശേഷം ഞാനൊരു സിസർ എടുത്തിട്ടുണ്ട്. അത് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഈ അടപ്പിൻ്റെ ഭാഗത്തൊക്കെ പൊങ്ങി നിൽക്കുന്നതിനെ അതും ഇതുപോലെ ഒന്ന് ചെത്തി മാറ്റുവാണേ. സിസറിൽ അത്രത്തോളം സൈസസ് അല്ല, അപ്പം ഞാനൊരു അരം എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടൊന്ന് ചെത്തി നോക്കണം. അത് വെച്ചിട്ട് സൈസസ് ആണ് കേട്ടോ. നല്ലപോലെ ഇതുപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ചെത്തിയെടുക്കാം. നല്ലപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് സംഭവം. ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 2 ജാറും ഫസ്റ്റ് ഇതുപോലെ അടയ്ക്കേണ്ട പോർഷൻസ് നല്ലപോലെ ഒന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം ഭംഗിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടപ്പ് കൂടെ ഷേപ്പ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലിങ് റാപ്പോ അല്ലെങ്കിൽ ഇതുപോലെ പോളിത്തീൻ്റെ നൈസായിരിക്കണം, കട്ടിയാവാൻ പാടില്ല. നൈസായിട്ടുള്ള ഇതുപോലൊരു ഷീറ്റ് എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്യണം. കാരണം 2 ജാറിലിടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പീസ് ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. കറക്റ്റായി. ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തപ്പോൾ അടയ്ക്കാനായിട്ട് കണ്ടോ, നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഈ താഴെ ചെയ്ത പോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് അടപ്പും ചെയ്തെടുക്കണം. ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ സിമെൻ്റ് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ലൂസായി പോകാൻ പാടില്ല, അത്യാവശ്യം കട്ടി വേണം. കാര്യം അല്ലെങ്കിൽ താഴോട്ട് ഒലിച്ചിറങ്ങും. കട്ടിയിൽ കലക്കിയെടുത്താൽ മാത്രമേ ഈ അടപ്പിൻ്റെ ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഇതുപോലെ ഇതേ കട്ടിയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടപ്പിൻ്റെ മേളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി താഴോട്ട് വരാൻ പാടില്ല, കാരണം പിന്നെ അടപ്പ് നമുക്ക് തുറന്നെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 ജാറിൻ്റെ അടപ്പും 2 മോഡലാണ് ചെയ്യുന്നത് കേട്ടോ. ഒരെണ്ണം ഇതുപോലെ ഒന്ന് ഉയർത്തി വെച്ച് ചെയ്യുന്നുണ്ട്, ഒരെണ്ണം നല്ല റൗണ്ട് ഇതുപോലെ. ഇപ്പോൾ 2 ജാർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇത് ഉണങ്ങണം. ഇപ്പം നമ്മൾ ചെയ്ത ഈ അടപ്പിൻ്റെ ഭാഗം ഉണങ്ങണം. ഞാനതും ഒരു ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത്. അതുപോലെ ഉണങ്ങിയ ശേഷം നമുക്ക് തുറന്നെടുത്താൽ മതി. ഇതുപോലെ തുറന്നെടുത്ത ശേഷം ഈ പോളിത്തീൻ അങ്ങ് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കണം. അത് ഞാനിതുപോലെ അടച്ചു വെച്ച ശേഷം ഈ അരം കൊണ്ട് തന്നെ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ച് സാൻഡ് പേപ്പർ വെച്ചൊക്കെ നല്ല ഫിനിഷ് ചെയ്തെടുക്കാം. 2 ജാറും ഇതുപോലെ പൊന്തി നിൽക്കുന്ന പോർഷൻസ് എല്ലാം നമുക്കിതുപോലെ ചെത്തി മാറ്റാം. മാറ്റി അടപ്പും ഇതുപോലെ ജാറും
ഒരേ ലെവലിലാക്കി എടുക്കണം. ഇപ്പോൾ സിമൻറ്റ് ഒഴിച്ച് വയ്ക്കുമ്പോൾ ഒരേ ലെവലിലല്ലല്ലോ, അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഉരച്ചൊരച്ച് നമുക്ക് ഒരേ ലെവലിലാക്കി എടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലോട്ട് ഇതിനൊന്ന് ഇറക്കി വെച്ച ശേഷം ഒന്ന് നനച്ചെടുക്കുവാണ്. നനച്ചെടുത്ത് സാൻഡ് പേപ്പർ വെച്ച് നമുക്ക് ഒന്നുകൂടെ ഇതിൻ്റെ പുറത്തൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് ഉരച്ച് അതിൻ്റെ പുറത്തുള്ളതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി. 2 ജാർ ഞാനിതുപോലെ ചെയ്യുന്നുണ്ടേ. കണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം ഫിനിഷിങ്ങിൽ തന്നെ എനിക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് 2 ജാർ ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ അത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതുപോലെയൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഇതുപോലെ കളറുകൾ കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുക്കാം. ഞാനിവിടെ 2 കോട്ട് പെയിൻറ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ വാർണിഷ് ചെയ്യാം, അതുപോലെ തന്നെ സ്പ്രേ പെയിൻറ് വേണമെങ്കിൽ സ്പ്രേ പെയിൻറ് ചെയ്യാം. അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ വേസ്റ്റ് കളയുന്ന ബോട്ടിൽസ് വെച്ചിട്ട് ഇതുപോലെ ഭംഗിയുള്ള കണ്ടെയ്നറുകൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കിച്ചണിൽ ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കണ്ടെയ്നർ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.